ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ടാറ്റു അടിക്കാൻ പോവാം. കുറേ കാലത്തെ ആഗ്രഹമാണ് ടാറ്റു ചെയ്യണമെന്നുള്ളത്. ഞാനും എൻ്റെ അനിയത്തിയൊക്കെ എപ്പോഴും പറയുമായിരുന്നു നമുക്ക് ചെയ്യാം. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ഒരു 2-3 വർഷം മുമ്പോട്ടെ ടാറ്റു. എല്ലാവരും ടാറ്റു ചെയ്യുമായിരുന്നു. ആ സമയം തൊട്ടേ എനിക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ സാഹചര്യം ഒത്തു കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങ് പോയി. ഇപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ചല്ല, ഞാൻ മാർച്ചിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ചെയ്യണമെന്ന് ഇവിടുന്ന് പോകുമ്പോഴേ വിചാരിച്ചിട്ട് പോയതാണ്, അന്നേരം ചെയ്യണമെന്ന്. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് അതങ്ങ് ക്യാൻസലായി പോയി. ഇപ്പം വിചാരിക്കാതിരുന്ന സമയത്താണ് ഇങ്ങനൊരു അവസരം ഒത്തു കിട്ടിയത്. എൻ്റെ ഫ്രണ്ട് ദിൽന, അവൾ ടാറ്റു ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. എന്നോട് അങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഞാനും അങ്ങ് ചെയ്യാമെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. അത് അന്നേരം അവസരം കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ചെയ്ത് പോകണം. ചിലപ്പോൾ നാളെ അവസരം കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ടാറ്റു എന്നുള്ളത്. അതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ടാറ്റു ചെയ്യാനുള്ള ഒരു ഡിസൈൻ സെലക്ട് ചെയ്യണം. പക്ഷേ ഒരു ഐഡിയ ഇല്ല എന്താ എടുക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് ബട്ടർഫ്ലൈസിനെ വലിയ ഇഷ്ടമാണ്. ഞാൻ അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ കുറേ നോക്കണം, അതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്യും. ദിൽനയുടെ വീട്ടിൽ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം. എന്തായാലും നമുക്ക് ടാറ്റു അടിക്കാൻ പോവാം. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഡിസൈൻ. ഇത് പിൻട്രസ്റ്റ് എന്ന ആപ്പിൽ നിന്നുമാണ് ഡൗൺലോഡ് ചെയ്തെടുത്തത്. എന്നിട്ട് ഇത് ഫോൺ വഴി ഈ മെഷീനിലേക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കും. അപ്പോൾ ഒരു സ്റ്റിക്കർ രൂപത്തിലാണ് ഇത് കിട്ടുന്നത്. അത് നമുക്ക് എവിടെയാണോ ആവശ്യം ടാറ്റു ചെയ്യേണ്ടത് അവിടെ ഒട്ടിക്കും. അതിനുശേഷം അവിടെ ടാറ്റു ചെയ്യും. കുട്ടി ഇങ്ങോട്ട് നോക്കും, ഒന്നിച്ചിരിക്കും. ടാറ്റു ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്കർ ഒട്ടിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് അത് ടാറ്റുവിലേക്ക് സൂര്യപ്രകാശമോ അല്ലെങ്കിൽ പൊടിയോ വെള്ളമോ ഒന്നും ഏൽക്കാതിരിക്കാനാണ്. കാരണം നമ്മുടെ ടാറ്റു ഹീലാവാൻ ഏകദേശം 2 വീക്കെങ്കിലും വേണം. അതുവരെ നന്നായി ആഫ്റ്റർ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പഴുക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഞങ്ങളങ്ങ് ചെയ്തു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? 4 ബട്ടർഫ്ലൈ, 1-2 4 എണ്ണം. ഈ ടാറ്റു ചെയ്ത പുള്ളി നമ്മുടെ സഹപ്രവർത്തനാണ്. ജോലിയോടൊപ്പം പുള്ളി ഒരു പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഡിസൈൻ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.